അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാരമ്പര്യ നിഷേധം പ്രവാചകന്റെ രീതിയായിരുന്നില്ല. വാക്കുകൾ ലഘുവാണെങ്കിലും ഇസ്ലാമിൻ്റെ സാമൂഹിക ദർശനത്തിനെ വിശദീകരിക്കുന്ന വാക്കുകളാണിത്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരമ്പര്യത്തെ നിഷേധിച്ചിരുന്നില്ല. മറിച്ച് തനതായ നല്ല പാരമ്പര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ച് അത് നമ്മുടെ ലോകത്ത് നിലനിർത്തുകയും അതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത മോശമായ പാരമ്പര്യങ്ങളെ ലോകത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരമ്പര്യങ്ങളെ 3 മാനദണ്ഡങ്ങളായി ആയിരുന്നു എടുത്തിരുന്നത്. ഒന്ന്, നല്ലതും മനുഷ്യാവകാശമുള്ള ഇതുമായ പാരമ്പര്യങ്ങൾ. അത്തരം പാരമ്പര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ നിലനിർത്തുകയും അതുപോലെ ദോഷകരും അന്യായവുമായ പാരമ്പര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തി അതിൻ്റെ യഥാർത്ഥ നല്ല വശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുന്നിൽ വിളിച്ചോതുകയും അതോടൊപ്പം പുണ്യവും ആത്മീയതയും നിറഞ്ഞതായിട്ടുള്ള നല്ല പാരമ്പര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് സമൂഹത്തിനിടയിൽ വരിക എന്നുള്ള രീതിയാണ് നബി തങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഖുർആനിൽ തന്നെ പറയുന്ന അറിവും നന്മയും ഉള്ള പാരമ്പര്യത്തെ പിന്തുടരുക എന്ന ആയത്തിനെ ആസ്പദമാക്കിയുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. അൽ ആദത്തു മുഹക്കമത്തുൻ, പതിവായി ചെയ്തു പോരുന്ന നമ്മുടെ ലോകത്തെ പാരമ്പര്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഓരോ രീതികളെയും ഓരോ പാരമ്പര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കുകയും മോശമാണെങ്കിൽ അത് തിരുത്തി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല പാരമ്പര്യങ്ങളെ സ്വീകരിച്ചിട്ടുള്ള ഉദാഹരണങ്ങളാണ് സഫ മർവ സായി, അതുപോലെ വലിയ മുഖേനയുള്ള നിക്കാഹ്, ഹജ്ജിൻ്റെ ഒരുപാട് പ്രഥമ ആചാരങ്ങൾ, അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലനിർത്തുകയും അംഗീകരിക്കുകയും മാറ്റമില്ലാതെ ഈ ഭൂമിയിൽ തുടരാൻ വേണ്ടി സമ്മതം നൽകുകയുമാണ് ഉണ്ടായത്. അതുപോലെ കവിത പോലുള്ള സാഹിത്യവശങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കവിതയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചതായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ച ഒരുപാട് കവികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രശംസിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പാരമ്പര്യങ്ങളെ തിരുത്തിയിട്ടുമുണ്ട്. പെൺകുട്ടികളെ ജീവനോടെ അടക്കം ചെയ്യുന്ന പോലുള്ള പാരമ്പര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഒരുപാട് എതിർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ റിബ, പലിശ വ്യവസ്ഥ പോലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പാരമ്പര്യങ്ങൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടെ എതിർക്കുകയും അത് പിന്നീടുള്ള സമൂഹത്തിന് അത്തരം കാര്യങ്ങളെ ഹറാമാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗോത്രാഹങ്കാരം, അതുപോലെ വംശമേധാവിത്വം, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടി, നമ്മുടെ സമൂഹത്തിൽ നിന്നും പാടെ അകറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് തന്നെ പ്രവാചകൻ ഒരു പാരമ്പര്യ നിഷേധിയല്ല, പാരമ്പര്യത്തെ നിഷേധിച്ചിട്ടില്ല. മറിച്ച് പാരമ്പര്യത്തെ ശുദ്ധീകരിച്ച് അത് ഉയർത്തിക്കൊണ്ടുവന്ന് നന്മയുടെ പാതയിൽ ഈ പാരമ്പര്യത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും പാരമ്പര്യത്തിന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും പാരമ്പര്യത്തിന്റെ ശത്രുവല്ല, മറിച്ച് അധാർമികതയുടെ ശത്രുവാണ്. അധാർമികത കലർന്ന പാരമ്പര്യ രീതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഉസൂലുൽ ഫിഖ്ഹിന്റെ ഒരു ഖായിദയാണ് അൽ ആദത്തു മുഹക്കമ എന്നുള്ളത്. അത് പിന്നീട് ശരിയ കൈകാര്യം ചെയ്ത പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു സംഭവം മാത്രമാണ്. ഖുർആനാണ് നബിക്ക് വഹയായി വന്നത്, അതുപോലെ ഹദീസാണ് നബിയുടെ സുന്നത്ത്. അപ്പോൾ അതിൽ നബി പാരമ്പര്യവാദിയാണ് എന്നതിന് നേർക്കുനേർ പറയുന്ന തെളിവുകളുണ്ടോ? നമ്മൾ നൽകുന്ന വ്യാഖ്യാനങ്ങളല്ലാതെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നസ് ഉണ്ടോന്നാണ് ചോദിച്ചാൽ, ആദത്തു മുഹക്കമ എന്നുള്ള ഉസൂൽ ഫിഖ്ഹിന്റെ ഖായിദയായിട്ട് വന്നതാണ്. വലിയൊരു ഡിസ്കോഴ്സിന്റെ ഭാഗമായിട്ട് വന്നതാണ്. നാട്ടിലെ സാംസ്കാരിക വൈവിധ്യങ്ങളൊക്കെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ഫിഖ്ഹ് ഫ്ലെക്സിബിൾ ആവണം എന്ന് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. ഖുർആനിലോ ഹദീസിലോ നബി പാരമ്പര്യങ്ങൾ ഇതുപോലെ സ്വീകരിക്കണം അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനെ തെളിയിക്കുന്ന നേർക്കുനേറുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള സ്വരീഹുണ്ടോ എന്നാണ് ചോദിച്ചത്. അൽ ആദത്തു അൽ മുഹക്കമ എന്നുള്ള രീതിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചു. അതായത്
അത്തരം പിന്നീട് വന്ന ഈ ഒരു ഫിഖിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞ ഈ ഒരു ആത്വൽ മുഹക്കമ എന്നുള്ള രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ പകർത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലെ അറിവും നന്മയുള്ള പാരമ്പര്യത്തെ പിന്തുടരുക എന്നുള്ള ആയത്ത് വന്നിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹിയായിട്ട് വന്നുള്ള ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പിന്തുടർന്ന ഒരു കാര്യം തന്നെയാണ് ഈ അറിവും നന്മയുമുള്ള പാരമ്പര്യങ്ങളെ പിന്തുടരുക എന്നുള്ള സൂറത്തുൽ അഅറാഫിലെ ഈ ആയത്ത്. ആയത്ത് ഏതാണെന്ന് കിട്ടിയിട്ടില്ല, പറയാനുള്ള അവസരമുണ്ട്. ഈ നബി പാരമ്പര്യവാദി എന്ന് പറയുമ്പോൾ നബി ബൈബിളൊന്നും നബി പാരമ്പര്യങ്ങളെ തള്ളൂല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബൈബിളിൽ നിന്നൊക്കെ നബി ചിലത് സ്വീകരിച്ചു, ബാഹിറ പോലുള്ള ജൂത പ്രീസ്റ്റുകളിൽ നിന്നൊക്കെ സ്വീകരിച്ചു എന്ന് ഓറിയന്റലിസ്റ്റുകളൊക്കെ ആരോപിച്ചിട്ടുണ്ട്. ഹേഗറിസം പോലുള്ള പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ നബി അത് പകർത്തുകയായിരുന്നു. ജിയോ ഗ്രീക്കോ റോമൻ അതുപോലെ അങ്ങനെയുള്ള പാരമ്പര്യങ്ങളൊക്കെ നബി പകർത്തുകയായിരുന്നു. അതാണ് ഖുർആൻ എന്നുള്ള പേരിൽ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. മുൻ പാരമ്പര്യങ്ങളെ കുറിച്ച് ആ ചർച്ച കൂടി വരുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല പാരമ്പര്യങ്ങളെ പിന്നീട് നമ്മുടെ ലോകത്തിന് പിന്തുടർത്താനുള്ള സമ്മതം നൽകുന്നത്, അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇത്തരത്തിൽ ബൈബിളിലും അതുപോലെ ഏത് പുസ്തകങ്ങളിലാണെങ്കിലും ഒരുപാട് പാരമ്പര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അതായത് നല്ല പാരമ്പര്യങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും. അത്തരം പാരമ്പര്യങ്ങൾ ഏതാണെങ്കിലും നല്ലതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നല്ലതായിട്ടുള്ള ഒരുപാട് പാരമ്പര്യങ്ങളെ നിലനിർത്താനുള്ള സമ്മതം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്.